ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. അടുത്ത വെള്ളം വരുമോ എന്നുള്ളതിന് അടുത്ത സംശയം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ സന്ധ്യ സമയത്ത് ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ വലയിട്ടായിരുന്നു. നമ്മുടെ പുഴയിലെ വലയിട്ട്, അതായത് നമ്മുടെ വെള്ളമെല്ലാം ഇറങ്ങിപ്പോയതിന് ശേഷം നമ്മുടെ പുഴയിലെ കുറച്ച് പൊക്കമുള്ള ഭാഗത്ത് നല്ല കളയുണ്ട്. ആ കളക്കിടയിലൂടെയാണ് നമ്മൾ വലയിട്ടേക്കുന്നത്. നമ്മളത് പൊക്കാൻ പോകാനുള്ള പരിപാടി. അപ്പോൾ രാവിലെ എണീറ്റ് വള്ളം നിറയെ വെള്ളമായിരുന്നു. അപ്പോൾ ഇതൊന്ന് തേകിയിട്ട് വേണം അവിടെ ചെന്നിട്ട് വല പൊക്കാൻ. രാവിലെ തന്നെ നല്ല മഴക്കാറല്ലേ? രാവിലെ തന്നെ നല്ല മഴക്കാറാണ്. ചിലപ്പം പോള പിടിക്കുന്ന വിചാരിച്ചിരുന്നു. എന്നാൽ അത്ര പോളയൊന്നും പിടിച്ചിട്ടില്ല. എന്നാൽ പോള ഇല്ലാഴികയില്ല. വലിക്കുമ്പോൾ വീണ്ടും നിവരും. ഒരു മുട്ട് കൊടുത്താൽ കൂടെ ഇട്. അല്ലേ നാറ്റിക്കുവാൻ. കറക്റ്റ് ഭൂമിൻ്റെ ലുക്കാ അല്ലേ? കണമ്പ് ലുക്കാ. കണമ്പാണോ? അതല്ലല്ലോ. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ കണമ്പല്ല. വിരിഞ്ഞ ചെറ അതിൻ്റെ. അത് അകത്ത് കിടക്കുന്ന കണ്ടി ചെറിയ പുല്ലിനാണ്. പിന്നെ വൈക്കോട്ടെ പുല്ല്. ഇത് 700 ഗ്രാം 80ൻ്റെ വിലയാണ്. 700 ഗ്രാം 800 ഗ്രാം ഉള്ള പുല്ലിനാണ്. നമ്മൾ വെള്ളം വന്നിട്ട് അത് പകൽ വളർത്താൻ പോകുമ്പോൾ ചൊറ്റപ്പൊന്നെ. പിന്നെ ഒരു പൊതുക്കി ഞാൻ നടക്കണം. അകത്തെ വല കയറി പൊതിഞ്ഞു കിടക്കുന്നുണ്ട്. വൈജാബാദിനകത്ത് ദിലീപ് കിടക്കുന്ന കണ്ടല്ലേ. മഞ്ചിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞോ? കടിക്കല്ലേ? ശ്രമിക്കും അത് എന്നെ കടിക്കാൻ. വായുണ്ട്. വാളയുടെ വായുണ്ട്. ലായില്ല. വലുതാണ് ചെറുതാണ് ഇടാൻ പേ? ആ പിന്നെ കണ്ടിരുന്നു.
മഞ്ഞപ്പൂരി ഒന്ന് മറുക ചെയ്യാൻ തോന്നും. രണ്ടും പോക്കായി. ചുമ്മാ കയറി പൊതിഞ്ഞ് കിടക്കുക. സൂക്ഷിച്ചെടുക്കും. എന്തേ പുതിയ ഈ കൊഞ്ചും നേരെ പൊതിഞ്ഞ് കിടക്കണം. വെള്ളം തണുപ്പൊക്കെ അല്ലേ, പുതച്ച് കിടക്കുമായിരിക്കും. കൂടെ കിടക്കും. വരാൽ വരാൽ വലിയ തൂളിയാ. ഇവിടെ വരാം. അപ്പുറത്തല്ലേ അല്ലേ? അവിടെ ഇട്ടോ, അവിടെ ഇട്ടോ. അവൻ ഇച്ചിരി തുള്ളക്കം കൂടുതലാണ്. ഇട്ടോ ഇട്ടോ ഇട്ടോ. ചൂണ്ട പറ്റിയാൽ കൂലി കിട്ടുന്നതല്ല, നമ്മുടെ കൂട് സെറ്റ് ചെയ്യണമല്ലോ അങ്ങനെയാണെങ്കിൽ. കൊഞ്ചല്ല, കൊഞ്ചിൻ്റെ കാലല്ല, വലയുടെ. തെറുപ്പിക്കുവേ, അപ്പുറത്തിട്ടാ മതി. കരിമീൻ പിന്നെ സ്വാഭാവിക കളറിലോട്ട് വന്ന് വെള്ളപ്പൊക്ക സമയത്ത് ആ വെള്ളം കലങ്ങി വന്നപ്പോൾ ഇതിൻ്റെ കളർ വ്യത്യാസം വന്നായിരുന്നു. അതുപോലെ സുഹൃത്തുക്കളെ, നമ്മൾ ഒരു പീസ് വല വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെയാണ് ഒരു പീസ് കൂടി ഇട്ടേക്കുന്നത്. അതുകൂടെ വലിക്കണം. അത് ശകലം പോലെയാണെന്ന് തോന്നുന്നില്ല. എവിടെ ഇല്ലല്ലേ? പോളെ സൈഡിലെ കിടക്കാൻ നോക്കിയിട്ട് അതനുസരിച്ച് വലിച്ചാൽ മതി. അതോ കണ്ണിയാണോ? മറ്റേ എത്ര വലിപ്പം? ഈ ചെറുതായത് എന്തുകൊണ്ടെന്നറിയാം? വല ചേർത്ത് ഈ ചെറുതായത് എന്തുകൊണ്ടെന്നറിയാം? ആദ്യം കിട്ടിയത് വലുതായിരുന്നു. ആരെങ്കിലും പുറത്തേക്ക് ചാടിപ്പോയതായിരിക്കും. പൊതർന്നൊരു സാധനം കിടക്കുന്നത്. എൻ്റെ മോനെ,
ഇങ്ങോട്ട് കാണിച്ചേ, ഇങ്ങോട്ട് കാണിച്ചേ അതിന്, ഇങ്ങോട്ട് കാണിച്ചേ അവന്. ഓ, പറമ്പ് നിറച്ച് കിടക്കുന്ന പോലെ. ഇങ്ങോട്ട് കാണിച്ചേ, ഒന്ന് പിടിച്ചൊന്ന് നിവർത്തി വെച്ചാണ്ട അതിനെ. ഞാനാദ്യമാണ് ഇത്രയും വലിപ്പമുള്ള സാധനം നമ്മുടെ പുഴ. പിന്നെ മുള്ളോ വല്ലതൊക്കെ ഉണ്ടോ? മുള്ളൊന്നും ഇല്ലാത്ത സാധനം അത്. ഇന്നലെ ഞാൻ ഇന്നലെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ചൂണ്ടയിലാർക്ക് അല്ലേ, ചൂണ്ടയിലുകാർക്ക് 1-2 കിട്ടിയാണ്. പക്ഷെ അത് ഈ വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഊരണോ ചാടി പോവും. ഒരു എണ്ണ ഇരിക്കുന്നതിൻ്റെ ഇടയിലോട്ട് ഇട്ടാൽ മതി. താത്ത് പിടിച്ചു ഇരിക്കും. കുഴപ്പമില്ല. നമുക്ക് പിന്നെ എന്നാ വലിയ സാധനം കിട്ടിയാലും ഊരുന്ന വഴി ആറ്റിലോട്ട് പോകത്തേ ഉള്ളൂ. പല്ലൊക്കെ ഉണ്ടോ? മനുഷ്യരെ കണക്കുള്ളൂ വലിയ ഇതുണ്ട്. വലിയുണ്ട്. ഇതിൻ്റെ വലിയ വിശേഷങ്ങൾ നമുക്ക് കരയ്ക്ക് എന്നിട്ട് കാണിക്കാവേ. ഇവിടെ കിടന്നില്ലേ? വള്ളം മറിക്കല്ലേ? ആ, അകത്തോട്ട് താത്ത് പിടിയത്, താത്തുപിടി ഊരി അതിനകത്തോട് വിട്. ഓട്ടെ പിടിക്കതിനെ, പിടിക്കാൻ കിട്ടുന്നില്ലടേ. ഒരു ടീ വലയുടെ തന്നെ വേണ്ട വെച്ചേ. ഇരിക്കുന്ന പൊസിഷൻ കറക്റ്റല്ല. അല്ലെങ്കിൽ വെച്ചേ, ഈ വലയുടെ തന്നെ വേണ്ട വെച്ചേ. വല വലിച്ചു പോയി, അത്രേ ഉള്ളു. ഞാനേ ഈ വെള്ളം തേട്ടെ. ഇത് കണക്ക് കുറേ ചാടി കാണുമല്ലോ. ശരി, ഇത് പഴയതായിരിക്കും. അല്ല, ഇത്രയും വലിപ്പമുള്ള വരാൻ ചാൻസ് ഇല്ല. ഒന്നും പറയാൻ പറ്റത്തില്ല. പ്രിയ സുഹൃത്തുക്കളെ, കുറച്ച് അങ്ങോട്ടുകൂടെ വല വലിക്കാനുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടി കഴിയും. തുളിയല്ലേ, 2 തുളി. ജീവനുള്ളതുകൊണ്ട് ഫ്രണ്ടിലിടാതെ. ഒരു കൊട്ടുകൂടെ കൊടുത്തിട്ട് തരാം കേട്ടോ. ആ, അറുണ്ട്. കുഴപ്പമില്ലല്ലോ, നല്ല കരിമീനാണല്ലോ അത്. 2 കരിമീൻ, 3-4 മഞ്ഞക്കൂരി. ഏത് അവിടെ തന്നെ? ആ, കിട്ടിയതല്ല, കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഫ്രണ്ടിലിടുവാണേ. അവിടെ വെള്ളമില്ല, ഇത് അങ്ങോട്ട് ഇടാം കേട്ടോ. വീണോ അത് ഇവിടെ? ആ, കരിമീൻ, കരിമീൻ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വല വലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കിട്ടിയ മീൻ നമ്മൾ വീട്ടിൽ നിന്ന് കാണിക്കാം കേട്ടോ. ഒരു വിശേഷാൽ മീൻ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോ കടയിൽ കാണിച്ചായിരുന്നു. എന്നാലും വിശദമായിട്ട് വീട്ടിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തോ ഉണ്ടെന്നും അത് ഒരെണ്ണം എത്ര കിലോ ഉണ്ടെന്നും എല്ലാം കാണിക്കാം. ആ ത്രാസ് ഒന്ന് എടുത്തോണ്ട് പറഞ്ഞേ. ഇത് കണ്ടോ, ഈ ഒരു സാധനം കണ്ടോ? റെഡ് ബെല്ലി.
നട്ടറെന്നൊക്കെ പറയുന്ന സാധനം. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്കിന്ന് കിട്ടിയ മീനാണ് ഇത് കാണുന്നത്. കണ്ടോ, 2 കൊഞ്ച്, കുറച്ച് മഞ്ഞപ്പൂരി എന്ന് പറയാൻ പറ്റില്ല, ഒരു 4-5 എണ്ണം ഉണ്ട്. ഇങ്ങോട്ട് പെറുക്കിയിട്ടടാ. മുള്ളു കൊള്ളല്ലേ? പ്രിയ സുഹൃത്തുക്കളെ, ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത്. അതായത് ഇന്ന് നമുക്ക് കിട്ടിയ റെഡ് ബില്ലിയുടെ തൂക്കം നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് കിട്ടിയ മീൻ നമ്മൾ കാണിച്ചായിരുന്നു. ഇനി ഉള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യൽ മീൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തൂക്കം ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇതിൻ്റെ പല്ല് നമ്മളൊന്ന് കാണിക്കാം. വള്ളത്തെ വെച്ച് കാണിച്ചായിരുന്നു. പിന്നെ പൊക്കാൻ പറ്റുന്നത് ഇങ്ങനെ വെച്ച് അടിച്ചാൽ നല്ല പണിയായിരിക്കും. അവിടുത്തെ ഇതിൻ്റെ പല്ല് കണ്ടോ, മനുഷ്യൻ്റെ ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ പല്ലിരിക്കുന്നത്. കോൾഗേറ്റ് ഇട്ടങ്ങ് തേപ്പിച്ചാലോ, മഞ്ഞ കളർ ഇട്ടു. 4 കിലോ 600 ഗ്രാം ഉണ്ട് ഈ മീൻ. 660 ഗ്രാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഈ മീൻ നിലവിൽ എന്നാ വിലയെന്നൊന്നും നമുക്കറിയില്ല. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്നാ വിലയെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന പോലെ ചേട്ടാ ബൈ ബൈ. ഈ മീൻ ആർക്കും കൊടുക്കുന്നില്ല, കറി വെച്ച് തരണം കേട്ടല്ലോ.